ആദിവാസി സമൂഹത്തെ അടുപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾക്ക് CPIM നൽകുന്ന അംഗീകാരമാണ് OR കേളുവിന്റെ മന്ത്രിസ്ഥാനം. PK ജയലക്ഷ്മിക്ക് ശേഷം ഒരാൾ കൂടി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്ന ചരിത്രം കൂടിയാണ് ഇവിടെ കുറിക്കപ്പെടുന്നത്. 2 വട്ടം മാനന്തവാടിയിൽ നിന്ന് MLA ആയ OR കേളു CPM സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വയനാട്ടിൽ നിന്നുള്ള ആദ്യത്തെ പട്ടികവർഗ നേതാവുമായിരുന്നു. വയനാട്ടിൽ CPIMന്റെ പട്ടികവർഗ സമൂഹത്തിന്റെ മുഖമാണ് 54-കാരനായ OR കേളു. 2022-ൽ CPIM സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ വയനാട്ടിൽ നിന്ന് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ പട്ടികവർഗ നേതാവ്. ആദിവാസി ക്ഷേമസമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ OR കേളു സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ നിന്ന് 2016-ലും 2021-ലും നിയമസഭാംഗമായി. CPIM പ്രതിനിധികളിൽ നിന്ന് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നിയമസഭയിൽ രണ്ടാമതുമെത്തിയ ഏക MLA. 2 പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു വയനാട്ടിൽ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർക്കുന്ന് വാർഡിൽ നിന്ന് 2000-ൽ ഗ്രാമപഞ്ചായത്ത് അംഗമായാണ് തുടക്കം. 2005-ലും 2010-ലുമായി തുടർച്ചയായി 10 വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. പിന്നീട് 2015-ൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്ന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ തോൽപ്പിച്ച് മാനന്തവാടി പിടിച്ചെടുത്തു. അടുത്ത തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു. കുറിച്യ സമുദായക്കാരനായ കേളു ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് അഖിലേന്ത്യാ കമ്മിറ്റി അംഗമായും പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനായും കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗവുമായി പ്രവർത്തിച്ചു വരികയാണ്. വയനാട്ടിലെ രാമൻ അമ്മു ദമ്പതിമാരുടെ മകനായ കേളുവിന്റെ ഭാര്യ PK ശാന്തയാണ്. മിഥുന, ഭാവന എന്നിവർ മക്കളാണ്. റിസർച്ച് ഡെസ്ക് 24. വളരെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് സംഘടനാ പ്രവർത്തനം നടത്തിയ ഒരു നേതാവ് കൂടിയാണ് OR കേളു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പടിപടിയായുള്ള ഉയർച്ച. ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് അദ്ദേഹം എത്തുന്നു. നമ്മൾ ആവർത്തിച്ചു പറയുന്നത് വയനാടിന് നൽകുന്ന മന്ത്രിസഭയിലേക്ക് നൽകുന്ന പ്രാതിനിധ്യം എന്നത് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. ഷഫീദ് റാവുത്തറും സുർജിത് അയ്യപ്പത്തും തുടരുന്നുണ്ട്. ഷഫീദ്, OR കേളുവിൻ്റെ മന്ത്രിസ്ഥാനം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ ഘട്ടത്തിൽ. അദ്ദേഹത്തിന് നേരത്തെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത വകുപ്പുകളിൽ ഒരു വകുപ്പാണ് ലഭിക്കുന്നത്. പാർലമെന്ററി കാര്യം MP രാജേഷിനും ദേവസ്വം VN വാസവന്റെയും പക്കലേക്ക് പോകുന്നു. അതുകൂടാതെ ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ചേലക്കരയിൽ ആര് മത്സരിക്കണം, പാലക്കാട്ടെ സ്ട്രാറ്റജി എന്തായിരിക്കണം, അത്തരം കാര്യങ്ങളിലും ഉറപ്പായും പ്രാഥമിക ചർച്ച സംസ്ഥാന സമിതിയിൽ നിന്ന് നടന്നിട്ടുണ്ടാകണമല്ലോ, ഈ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടാകണമല്ലോ. അതിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, ഒരു പക്ഷേ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമായിരിക്കാം CPM-ൽ ഈ രീതിയിലുള്ള, അല്ലെങ്കിൽ CPM സംസ്ഥാന കമ്മിറ്റിയിലോ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ ഈ വിധത്തിൽ പാർട്ടിയുടെ തിരുത്തൽ നയം ചർച്ചയാകുന്ന വലിയ തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ ആദ്യഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി അടക്കം വിശദീകരിച്ച കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഇക്കാര്യത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന അഭിപ്രായം അങ്ങനെയല്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. സംസ്ഥാന സർക്കാരിന്റെ, പ്രത്യേകിച്ച് ഇന്നലെ പോലും ധനവകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനുകളടക്കം മുടങ്ങിയത് തിരിച്ചടിയായെന്നുള്ള അഭിപ്രായം ചില അംഗങ്ങൾ പങ്കുവച്ചു. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ മുഖച്ഛായ അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അത് കേന്ദ്രീകരിച്ചുകൂടി ചില അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മുന്നോട്ട് വരുന്നു. കൂടാതെ ഈ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലി അടക്കമുള്ള വിഷയങ്ങൾ കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയമാകുമ്പോൾ സ്വാഭാവികമായും ഒരു പുനഃസംഘടന ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ക്യാബിനറ്റിൽ ഏതായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഒരു പൂർണ്ണമായ പൊളിച്ചെഴുത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നിലവിൽ ഇപ്പോൾ ലോക്സഭയിലേക്ക് പോകുന്ന മന്ത്രി K രാധാകൃഷ്ണൻ ചുമതലയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ 3 പേർക്ക് വീതിച്ചു നൽകുന്നതിൽ OR കേളു ക്യാബിനറ്റിലേക്ക് എത്തുന്നു. പകരം മറ്റ് 2 വകുപ്പുകൾ അത് VN വാസവനും അതേപോലെ തന്നെ MP രാജേഷിനും നൽകിക്കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും തിരുത്തൽ നയമടക്കമുള്ള കാര്യങ്ങൾ, തിരുത്തൽ എങ്ങനെയായിരിക്കണം അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അടുത്ത ദിവസം ചേരാൻ പോകുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരിക്കും ഒരു അന്തിമ തീരുമാനം എടുക്കാൻ പോവുക. നിലവിൽ ഈ OR കേളു എന്നുള്ള പേരിലേക്ക് ഒരു പക്ഷേ ഒരു പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആ പേരിലേക്ക് തന്നെ CPM സംസ്ഥാന നേതൃത്വം ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. മറ്റു ചില തരത്തിലുള്ള ആലോചനകളൊക്കെ നടന്നിരുന്നുവെങ്കിലും ആ പേര് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമായും പരിഗണിച്ചൊരു കാര്യം. ആ പരിഗണനാ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ മുൻപ് സംസാരിച്ചത്. ഏതായാലും ആ തീരുമാനം ഇപ്പോൾ CPM കൈക്കൊണ്ടിട്ടുണ്ട്. വിജയകുമാർ. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ ഇടയൂർക്കുന്ന് വാർഡിൽ നിന്ന് 2000-ൽ ഗ്രാമപഞ്ചായത്ത് അംഗമായി അദ്ദേഹത്തിന്റെ തുടക്കം. തുടർന്ന് 2005-ലും 2010-ലുമായി 10 വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി.
പിന്നീട് 2015 തിരുനെല്ലി ഡിവിഷനിൽ നിന്നും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ തോൽപ്പിച്ച് മാനന്തവാടി നിയോജക മണ്ഡലം MLA ആയി 2021 അവിടെ ജയം ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് OR കേളുവിൻ്റെ പാർലമെന്ററി ജീവിതത്തിൻ്റെ ചുരുക്കം. പക്ഷേ അതിനു മുമ്പ് പട്ടികജാതി പട്ടികവർഗ ഇപ്പോൾ അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമം സംബന്ധിച്ച നിയമസഭയുടെ സമിതി ചെയർമാനാണ്. 2 പതിറ്റാണ്ടിലേറെയായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം പൊതുമണ്ഡലത്തിൽ ഉണ്ട്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മറ്റു വകുപ്പുകൾ ദേവസ്വം VN വാസവനും പാർലമെന്ററി കാര്യം MP രാജേഷിനുമായിരിക്കും നൽകുക. അതാണ് മന്ത്രിസഭയിൽ നടക്കാനിരിക്കുന്ന ചെറിയ അഴിച്ചുപണിയുടെ വിവരങ്ങൾ. ഇതുകൂടാതെ സംസ്ഥാന കമ്മിറ്റി CPMന്റെ സംസ്ഥാന കമ്മിറ്റി മറ്റു ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൂടി എടുത്തിട്ടുണ്ടാകും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിലെന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതുള്ളൂ. സമഗ്രമായ അഴിച്ചുപണിയെ പറ്റിയൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത്ര സമഗ്രമായ അഴിച്ചുപണി മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെയുള്ള വിമർശനം അത് വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുണ്ടായിരുന്നു. സംസ്ഥാന സമിതിയിൽ വലിയ വിമർശനമുണ്ടായിരുന്നു. മന്ത്രിമാരുടെ പ്രവർത്തനം സംബന്ധിച്ചൊക്കെ വലിയ വിമർശനം സംസ്ഥാന സമിതിയിൽ അംഗങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ തിരുത്തൽ നടപടികൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ചുവട് പിടിച്ചുണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. മറ്റു ചില തീരുമാനങ്ങൾ കൂടി നമ്മൾ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ചെറിയ അഴിച്ചുപണിയുടെ ദേവസ്വം വകുപ്പ് VN വാസവനും പാർലമെന്ററി കാര്യം MP രാജേഷിന് നൽകുന്നു. OR കേളുവിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ ചുമതല നൽകുന്നു. വയനാടിന്റെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം ഇപ്പോൾ ആ തീരുമാനം കൂടി ഉണ്ടാകുന്നു.